ഇനി എന്തെങ്കിലും കുടിച്ചാലോ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അബ്ഡമിൻ കുറയ്ക്കാൻ? ഈ അബ്ഡമിൻ വർക്കൗട്ട് ഒരു ദിവസം എത്ര നേരം ചെയ്യണം, എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം? ഹലോ എവരിവൺ, ഡോക്ടർ ബിലാൽ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ അബ്ഡമിൻ ട്രെയിനിങ് അഥവാ ആബ്സ് ട്രെയിനിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കോമൺലി കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഡെയിലി നമ്മൾ അബ്ഡോമിൻ വർക്കൗട്ട് ചെയ്യണോ എന്നുള്ളത്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലമർത്തുക. ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മളൊരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു ഗോളാണ് ഒരു ഫ്ലാറ്റ് അബ്ഡമിൻ അഥവാ ഒരു ഫ്ലാറ്റ് ടമ്മി കിട്ടണം, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ആ ഒരു 6 പാക്ക് കിട്ടണമെന്നുള്ളത്. കോമൺലി എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഡെയിലി ആബ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ആബ് എക്സസൈസാണ് ഇമ്പോർട്ടൻറ്റ്? ഇനി എന്തെങ്കിലും കുടിച്ചാലോ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അബ്ഡമിൻ കുറയ്ക്കാൻ? ഈ അബ്ഡമിൻ വർക്കൗട്ട് ഒരു ദിവസം എത്ര നേരം ചെയ്യണം, എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം? ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കിട്ടാറുണ്ട്, യൂട്യൂബിലും കിട്ടാറുണ്ട്. ആദ്യം വർക്കൗട്ടും എത്ര റെപ്പിറ്റേഷൻ ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം, എത്ര സമയം ആബ് വർക്കൗട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ട്രെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഏത് മസിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ബൈസിപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ ബൈസിപ്സിന് 2 ഹെഡുണ്ട്. അത് എങ്ങനെ കൈ അനക്കിയാലാണ് ഏത് ഹെഡിനാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയതിന് ശേഷമാണ് നമ്മളത് ശരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടത്. അബ്ഡമിൻ അതുപോലെ നമ്മൾ ഈ റാൻഡമായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഓരോ വർക്കൗട്ട് ചെയ്യാതെ എന്താണ് ആദ്യം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ വേണം. അതിന് നിങ്ങൾക്ക് അബ്ഡമിൻ മസിൽസ് അറിയണം. അബ്ഡമിൻ മസിൽസ് ആണെങ്കിൽ ഫ്രണ്ടിൽ കുറേ മസിൽസ് ഉണ്ട്, സൈഡിൽ മസിൽസ് ഉണ്ട്, പിന്നെ നമ്മുടെ അബ്ഡമിൻ്റെ നേരെ ബാക്കിൽ നോക്കുമ്പോൾ കാണുന്ന മസിൽസ് ഉണ്ട്. ഇതെല്ലാം അബ്ഡോമിനൽ വാൾ മസിൽസ് ആണ്. മുമ്പിലുള്ള മസിൽസിനാണ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ആൻറ്റീരിയർ അബ്ഡമിനൽ മസിൽസ് എന്ന് പറയുന്നത്. സൈഡിലുള്ളത് ലാറ്ററൽ എന്ന് പറയും. അപ്പോൾ ആൻറ്റീരിയറുമാണ് ലാറ്ററലുമാണ്. അപ്പോൾ ആൻഡ്രോ ലാറ്ററൽ മസിൽസും ബാക്കിനാണ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്, പോസ്റ്റീരിയർ മസിൽസ്. ഇങ്ങനെ കുറച്ച് മസിൽസ് ഉണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് വർക്കൗട്ട് അബ്ഡമിൻ്റെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ വെച്ച് വർക്കൗട്ട് ചെയ്യാം. മസിൽസ് പറയുന്നതിന് മുമ്പ് ഈ അബ്ഡമിൻ മസിൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്? 6 പാക്ക് വന്ന് ബാക്കിയുള്ളവരെ കാണിക്കാൻ മാത്രമല്ല നമ്മൾ ഈ അബ്ഡമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മസിൽസ് അല്ലെങ്കിൽ ഈ അബ്ഡമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂസസ് എന്ന് പറയുന്നത്, ഞാൻ ഈ മേൽ പറഞ്ഞ മസിൽസ് എല്ലാം ഒരുമിച്ച് ആക്ട് ചെയ്ത് നമ്മുടെ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യും, നമ്മുടെ സ്പൈനിനെയും സപ്പോർട്ട് ചെയ്യും. പിന്നെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്ചർ അഥവാ നമ്മുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഏത് ഡയറക്ഷനിൽ നമ്മൾ മാറിയാലും നമ്മുടെ ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അബ്ഡോമിനൽ മസിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോഴെല്ലാം ഇൻഡയറക്റ്റായിട്ട് അബ്ഡമിൻ ഇൻവോൾവ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ഓരോ പോസ്ചർ എടുക്കുമ്പോൾ ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ അബ്ഡമിൻ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മതിൽ പോലെ നമ്മുടെ ഈ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു മതിലിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന പോലെ നമ്മുടെ വയറിൻ്റെ അകത്തുള്ള ഓർഗൻസ് ഈ അബ്ഡമിൻ മസിൽസിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ അബ്ഡമിനൽ മസിൽ. പിന്നെ ഉള്ള മേജർ യൂസ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കാൻ നമ്മുടെ അബ്ഡമിനൽ മസിൽസ് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ശ്വാസം മുട്ട് വരുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കാൻ എക്സ്ട്രാ ഹെൽപ്പ് തരുന്നതും ഈ അബ്ഡമിനൽ മസിൽസ് ആണ്. പിന്നുള്ള ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ആ ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് നമുക്ക് അബ്ഡമിൻ്റെ അകത്തെ പ്രഷർ കൂട്ടാം. ഈ ഒരു പ്രഷർ കൂട്ടിയിട്ടാണ് മദേഴ്സൊക്കെ പ്രസവ സമയത്ത് ഡെലിവറി നടത്തുന്നത്. നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമിനൽ പ്രഷർ കൂട്ടുമ്പോഴാണ് ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഹെവി സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബ്ലാഡറും ബൗൽ, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ ഒരു പ്രഷർ കൊണ്ടാണ് നമ്മുടെ ബ്ലാഡറും ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ ഈ അബ്ഡോമിനൽ മസിൽസ് നമ്മൾ 6 പാക്ക് മാത്രമല്ല, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മസിൽസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ മുമ്പിൽ മസിൽസ് ഉണ്ട്, സൈഡിലുണ്ട്, ബാക്കിലുണ്ട്. മുമ്പിലുള്ള ആൻറ്റീരിയർ മസിലാണ് റെക്ടസ് അബ്ഡോമിനസ്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടോ. റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞ മസിലാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്ന 6 പാക്കോ 8 പാക്കോ 10 പാക്കോ. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പൈനൽ ഫ്ലെക്ഷനാണ്, നമ്മുടെ നട്ടിൽ ഫ്ലെക്സ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ
ചെയ്യുന്ന ആക്ഷൻ, ഈ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന മെയിൻലി റെക്ടസ് അബ്ഡോമിനസ് ആണ്. ഈ ഒരു ഏരിയ, ഇതൊരു പോയിന്റ് എയും ഇതൊരു താഴത്തെ പോയിന്റ് ബിയും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് തമ്മിൽ അടുപ്പിച്ച് വരുമ്പോൾ ആ ഒരു സ്പൈനൽ ഫ്ലെക്ഷൻ വരുമ്പോഴാണ് റെക്ടസ് അബ്ഡോമിനസ് വർക്ക് ചെയ്യുന്നത്. ഇനി സൈഡിലുള്ള മസിൽ രണ്ടാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഒബ്ലിക്, രണ്ടാമത് ഇൻറ്റേർണൽ ഒബ്ലിക്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ അകത്ത്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്ത്. ഇത് രണ്ടും ഒരു ക്രോസ് പോകുന്ന പോലെയാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ എക്സ്റ്റേണൽ ഒബ്ലിക് ആണെങ്കിൽ അത് ഏകദേശം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ഡയറക്ഷൻ നമ്മുടെ പൊക്കിളിലോട്ട്, സൈഡിൽ നിന്ന് പൊക്കിളിലോട്ട്, താഴോട്ടും പൊക്കിളിലോട്ടും പോകുന്ന ആ ഒരു ഡയറക്ഷനിലാണ് മസിൽ പോകുന്നത്. ഇനി ഇൻറ്റേർണൽ ഒബ്ലിക്ക് പറയുവാണെങ്കിൽ നേരെ മറിച്ച് താഴേന്ന് തുടങ്ങി മുകളിലോട്ടും അകത്തോട്ടും. അപ്പോൾ എക്സ്റ്റേണൽ ഒബ്ലിക്ക് താഴോട്ടും അകത്തോട്ടും, ഇൻറ്റേർണൽ ഒബ്ലിക്ക് മുകളിലോട്ടും അകത്തോട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ ഒബ്ലിക്ക് പോകുമ്പോൾ ഇൻറ്റേർണൽ ഒബ്ലിക്ക് ഇങ്ങനെയാണ് പോകുന്നത്. രണ്ടും ഒരു 90 ഡിഗ്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് രണ്ടും ആണ് നമ്മൾ ഒബ്ലിക്ക് മസിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. രണ്ട് സൈഡിലും നമുക്ക് എക്സ്റ്റേണൽ ഒബ്ലിക്കും ഇൻറ്റേർണൽ ഒബ്ലിക്കും മസിൽസ് ഉണ്ട്. അപ്പോൾ ഇത് മെയിൻലി ട്രങ്ക്, നമ്മുടെ ശരീരത്തിൻ്റെ റൊട്ടേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സൈഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ആ മസിൽസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡംബിൾ പിടിച്ചിട്ട് ഈ ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് ചെയ്ത യാതൊരു ഗുണവുമില്ല. മെയിൻലി റൊട്ടേറ്റിംഗ് എക്സസൈസാണ് നമ്മൾ ഒബ്ലീക്കിന് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡിലോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഭാഗത്ത് ഇൻറ്റേർണൽ ഒബ്ലീക്കാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ റൈറ്റിലോട്ട് തിരിയുവാണെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ഇൻറ്റേർണൽ ഒബ്ലീക്ക് വർക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ എക്സ്റ്റേർണൽ ഒബ്ലീക്കും വർക്ക് ചെയ്യും. ഇനി നിങ്ങൾ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോഴോ ലെഫ്റ്റ് സൈഡിലെ ഇൻറ്റേർണൽ ഒബ്ലിക്ക് വർക്ക് ചെയ്യും, റൈറ്റ് സൈഡിലെ എക്സ്റ്റേർണൽ ഒബ്ലിക്കും വർക്ക് ചെയ്യും. ട്രങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഈ മസിൽസ്, ഒബ്ലിക്ക് മസിൽസ് വർക്ക്. മൂന്നാമത്തെ ഒരു മെയിൻ മസിൽ, നമ്മുടെ സിക്സ് പാക്കിൻ്റെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസിലാണ് ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ്. ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ബെൽറ്റ് ജിമ്മിൽ യൂസ് ചെയ്യുന്ന മെയിൻലി എന്തിനാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആ ലിഫ്റ്റിന്, പോസ്ചറിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ആ ഒരു ബെൽറ്റ് പോലെയാണ് ഈ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനൽ മസിൽ ഉള്ളത്. ഈ മസിൽ മെയിൻലി എല്ലാ മസിൽസിനെയും ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന പോലെ ഒരു ബെൽറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഈ ട്രാൻസ്വേഴ്സ് അബ്ഡോമിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോറും സ്പൈനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനാണ്. പ്ലാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ മെയിൻലി വർക്ക് ചെയ്യുന്ന ഈ ഒരു മസിലാണ്. നിങ്ങൾ പിന്നെ ഒന്നും മനസ്സിൽ വെക്കേണ്ടത്, നമ്മൾ ഏത് അബ്ഡോമിൻ എക്സസൈസ് എടുത്താലും എല്ലാം അബ്ഡോമിനൽ മസിൽസും വർക്ക് ചെയ്യും. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന മസിൽസാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പൈനൽ ഫ്ലെക്ഷൻ, നേരത്തെ പറഞ്ഞ സിക്സ് പാക്കിൻ്റെ ഫ്ലെക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമ്മുടെ സിക്സ് പാക്കും വർക്ക് ചെയ്യും, നമ്മുടെ സൈഡിലത്തെ ഒബ്ലീക്സും വർക്ക് ചെയ്യും. പക്ഷേ ഓരോ ആക്ഷനും ഏത് മസിലാണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ ഉള്ളത് ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആണ്. ഹിപ്പ് ഫ്ലെക്സേഴ്സും ഒരു അബ്ഡോമിനൽ വാൾ മസിലായിട്ടാണ് കണക്കൂട്ടുന്നത്. അത് മെയിൻലി സോയാസ് മേജർ, സോയാസ് മൈനർ, റെക്ടസ് ഫെമോറിസ്, നമ്മുടെ തൈസിലൊരു മസിൽസും ഇൻവോൾവ് ആണ്. ഇല്ലിയാക്കസ് എന്നും പറയുന്ന മസിൽസാണ് ഹിപ്പ് ഫ്ലെക്സേഴ്സിലുള്ളത്. അപ്പോൾ ഹിപ്പ് ഫ്ലെക്സേഴ്സും ചില മൂവ്മെൻറ്റിൽ ആക്ട് ചെയ്യും. പക്ഷേ കൂടുതലും നിങ്ങൾ ചെയ്യുന്ന മോഷൻ കറക്റ്റ് അല്ലെങ്കിൽ അബ്ഡമിൻ വർക്ക് ചെയ്യാതെ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആയിരിക്കും കൂടുതൽ ട്രെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ ലെഗ് റേസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അബ്ഡമിനൽ മസിൽസിൻ്റെ കാട്ടി സാധാരണ സ്ട്രോങ് ആണ് ഹിപ്പ് ഫ്ലെക്സേഴ്സ്. അപ്പോൾ ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആ ഒരു മൂവ്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അബ്ഡമിനൽ ട്രെയിനിങ് കറക്റ്റ് ആകത്തില്ല, ഡെവലപ്പ് ചെയ്യുന്ന ഹിപ്പ് ഫ്ലെക്സേഴ്സ് ആയിരിക്കും. പിന്നെ ഉള്ള നമ്മുടെ സ്പൈനൽ ഫ്ലെക്ഷൻ പറഞ്ഞു, അതേപോലെ സ്പൈനിൻ്റെ എക്സ്റ്റൻഷനിൽ സ്പൈനിൻ്റെ സൈഡിലുള്ള മസിൽസ്, ഇറക്റ്റർ സ്പൈനെ മസിലുണ്ട്, പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. ഈ മസിൽസൊക്കെയാണ് നമ്മുടെ നട്ടലിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സ്റ്റൻഷൻ എക്സസൈസാണ് ചെയ്യേണ്ടത്. അപ്പോൾ സമ്മപ്പ് ചെയ്യാൻ പറയുവാണെങ്കിൽ നമ്മുടെ മെയിൻ മസിൽസ് നടുക്കുള്ളത് റെക്ടസ് അബ്ഡോമിനസ് ആണ്, സൈഡിലുള്ള രണ്ട് ഒബ്ലീക്ക് മസിൽസ് ആണ്, പിന്നെ ബെൽറ്റ് പോലത്തെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് മസിൽസ് ഉണ്ട്, ഹിപ്പ് ഫ്ലെക്സേഴ്സ് ഉണ്ട്, ബാക്കിലെ എക്സ്റ്റൻസർ മസിൽസ് ഉണ്ട്. ഈ മെയിൻ മസിൽസാണ് നമ്മൾ അബ്ഡമിൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇത് പഠിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഗെറ്റ് ആബ്സ് ഇൻ 10 days, ഗെറ്റ് ആബ്സ് ഇൻ 2 days, ഇത് കുടിച്ചാൽ നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങളുടെ വയറ് കുറയും, ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഒരു 5 ദിവസത്തിന് ശേഷം ടമ്മി കുറയും,
ആപ്പിൾ സിഡർ വിനിഗറോ ലൈം ടീയോ കുടിച്ചാൽ നിങ്ങളുടെ വയറ് കുറയും. ഇതൊക്കെ വെറുതെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ഇതിനൊക്കെ വ്യൂസ് കുറേ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ എപ്പോഴും ഫോളോവേഴ്സ് കൂട്ടാനാണ്. ഒരിക്കലും നിങ്ങൾക്ക് തരുന്ന കറക്റ്റ് ഇൻഫർമേഷൻ അല്ല. ഏതൊരു മസിൽ ട്രെയിൻ ചെയ്യുന്ന പോലെയുമാണ് അബ്ഡമിനൽ മസിൽ. അബ്ഡമിനൽ മസിൽ ഒരു സ്കെലിറ്റൽ മസിലാണ്. അപ്പോൾ ഈ ഒരു മസിലും നമ്മൾ ബാക്കി ഏതൊരു മസിലിനെ നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ അബ്ഡമിൻ മസിൽസ് ട്രെയിൻ ചെയ്യണം. പക്ഷേ ഈ മസിൽസ് ഏതാണെന്ന് അറിയാതെ വെറുതെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നിങ്ങൾ ട്രെയിൻ ചെയ്യരുത്. എക്സസൈസ് ഓരോ മസിൽസിനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. അത് ഓരോ മസിൽസിലും വെച്ച് ഈച്ച് മസിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഓരോ മസിലിനും ഒരു 1-2 എക്സസൈസ് വെച്ച് ഞാൻ കാണിക്കുന്നുണ്ടാവും. എല്ലാ എക്സസൈസും നമുക്ക് ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഏതൊക്കെ എക്സസൈസാണ് ഏത് മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. കമ്മിങ് ടു ദ മെയിൻ ക്വസ്റ്റ്യൻ, നമ്മൾ ഡെയിലി ആബ് റൂട്ടീൻ ചെയ്യണോ? നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഏതൊരു മസിൽ ട്രെയിൻ ചെയ്യുന്ന പോലെയും നിങ്ങൾക്കിപ്പോൾ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പറയുന്നത് ആഴ്ചയിൽ മിനിമം 2 തവണ ട്രെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ അബ്ഡമിനും ആഴ്ചയിൽ 1-2 തവണ മാക്സിമം ചെയ്യുക. ഈ 2 തവണ അബ്ഡമിനൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ 2-3 എക്സസൈസോ മാക്സിമം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 എക്സസൈസ് തന്നെ ധാരാളമാണ്. ഒരു എക്സസൈസ് റെപ്പിറ്റേഷൻ കുറച്ച് കൂടുതലായിരിക്കണം. എന്ന് വെച്ച് 50-100 റെപ്പിറ്റേഷൻ ഒരിക്കലും ചെയ്യരുത്. ഹയർ റെപ്പിറ്റേഷൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 8-15 റെപ്പ് റേഞ്ചിലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അബ്ഡമിനൽ ട്രെയിനിങ് നിങ്ങളുടെ ബാക്കിയുള്ള ട്രെയിനിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. 2 എക്സസൈസ് സെലക്ട് ചെയ്യുന്നു. ഓരോ എക്സസൈസും 3-4 സെറ്റോ വെച്ച് ചെയ്യുന്നു. ഓരോ സെറ്റിലും 8-15 റെപ്പിറ്റേഷൻ വരെയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അബ്ഡമിൻ ട്രെയിനിങ് ഇതുപോലെ ചെയ്ത് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അബ്ഡമിൻ ഒരു ലാഗിങ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ലാഗിങ് പാർട്ട് ഏതാണെന്ന് അറിയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ബോഡി ഫാറ്റ് കുറയണം. ബോഡി ഫാറ്റ് കുറയണമെങ്കിൽ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിൽ കൺസിസ്റ്റൻ്റ്ലി ആവണം. കാലറി ഡെഫിസിറ്റിലാവണമെങ്കിൽ കാലറി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് അറിയണം. അതിന് എൻ്റെ ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിൽ കൺസിസ്റ്റൻ്റ്ലി ആയാൽ നിങ്ങൾ ലീനാവും. ലീനായി നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഫുള്ള് കുറഞ്ഞ് നിങ്ങൾ ശരിക്കും ആ ഒരു 6 പാക്കൊക്കെ കണ്ട് തുടങ്ങുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ശരീരത്തിൽ ഏത് പാർട്ടാണ് ലാഗിങ്. ആ സമയത്ത് നിങ്ങളുടെ അബ്ഡമിൻ ലാഗിങ് ആണെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് കൂട്ടുക മാത്രമല്ല, നേരത്തെ പറഞ്ഞ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കൂട്ടാം. ആഴ്ചയിൽ 2 ദിവസം ട്രെയിൻ ചെയ്യുന്നതിന് പകരം 3-4 ദിവസമായിട്ട് ട്രെയിൻ ചെയ്ത് ഫ്രീക്വൻസി കൂട്ടാം. അല്ലെങ്കിൽ ചെയ്യുന്ന സെറ്റ്സ് കൂട്ടാം. ചെയ്യുന്ന 3 സെറ്റാണെങ്കിൽ അത് 4-5 സെറ്റ് ചെയ്യാം. ഇനി റെപ്പിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റെപ്പിറ്റേഷൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന 8-12 ആണെങ്കിൽ അത് 15 ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെയ്റ്റഡ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യുന്ന വെയ്റ്റിൻ്റെ അളവ് കൂട്ടാം. ഇങ്ങനെ വേണം നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അബ്ഡമിനൽ ഫാറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ലീൻ ആവണം. ലീനായിട്ട് അതൊരു ലാഗിങ് ബോഡി പാർട്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം ധാരാളമാണ്. പതിയെ പതിയെ നിങ്ങളുടെ അബ്ഡമിനും ഡെവലപ്പ് ആവും. ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് നിങ്ങളുടെ അബ്ഡമിനാണെന്ന് വിചാരിക്കുക. ഈ ഒരു ബുക്കിൻ്റെ കവറാണ് നിങ്ങളുടെ അബ്ഡോമിനൽ ഫാറ്റ്. ഈ ഫാറ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽ കാണും. നിങ്ങൾ ഈ ഫാറ്റ് വെച്ചുകൊണ്ട് ഒരു ദിവസം 1000 ക്രഞ്ച് ചെയ്താലും നിങ്ങൾ ഒരിക്കലും ഈ മസിൽ കാണില്ല. അതിന് ഈ പറയുന്ന ഈ ഒരു കവറിങ് പോകണം. ഈ ഒരു കവറിങ് ആണ് അബ്ഡോമിനൽ ഫാറ്റ് എന്ന് പറയുന്നത്. അതിന് നിങ്ങളൊരു കാലറി ഡെഫിസിറ്റിലായിരിക്കണം. ഇനി കാലറി ഡെഫിസിറ്റിലായ വയറ്റിൽ നിന്ന് തന്നെ ഫാറ്റ് പോകുമെന്ന് ചോദിച്ചാൽ അല്ല, ശരീരത്തിലെ ഫാറ്റ് ഹോളായിട്ട് പോവും. അങ്ങനെ അതിൻ്റെ കൂടെ നിങ്ങളുടെ വയറിൻ്റെ ഫാറ്റും പോവും. അങ്ങനെ പതിയെ ഈ വയറിൻ്റെ ഫാറ്റ് പോകുമ്പോഴാണ് നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽ കാണുന്നത്. സമ്മറി പറയുവാണെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അബ്ഡോമിനൽ മസിൽസ് ഏതാണ്, എല്ലാ മസിലിൻ്റെയും ആക്ഷൻ എന്താണ്, ഈ മസിൽസ് നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യേണ്ടത്, ഡെയിലി ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമ്മുടെ അബ്ഡമിൻ്റെ യൂസ് എന്താണ്. ഇനി അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ മസിൽസ് ഓരോ മസിലിനും ഏതൊക്കെ എക്സസൈസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഈ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ടാവും. ഇറ്റ്സ് ഡോക്ടർ ബിലാൽ സൈനിങ് ഔട്ട്. സ്റ്റേ ഫിറ്റ് ആൻഡ് ബി ഫിറ്റ്.